അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ VDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാപേ ലോൺ ആപ്പ് തട്ടിപ്പുകാരായ 3 പേർ പിടിയിൽ. ഋഷികേഷ് തിവാരി, പ്രശാന്ത് കേവൽ, പ്രകാശ് ജയ് എന്നിവരാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം നോയിഡയിലെത്തിയ പോലീസ് സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. നിതിൻ രാജിന്റെ അധ്യാപികയുടെ പരാതിയിലാണ് അറസ്റ്റ്. വലിയൊരു IT പാർക്കിന് സമാനമായ രീതിയിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ലോണിന്റെ തിരിച്ചടവ് പരിശോധിക്കാനും വിളിക്കാനുമായി നിരവധി ജീവനക്കാരാണ് ഓഫീസിലുണ്ടായിരുന്നത്. ഒരേ സമയം 35ലേറെ സിം കാർഡുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനവും ഇവർക്കുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. പല നമ്പറുകളിൽ നിന്നായി മാറി മാറി വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തിരിച്ചടപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. 36% പലിശയ്ക്കാണ് ഈ ലോൺ കമ്പനി വായ്പ നൽകിയിരുന്നത്. നിതിൻ ലോൺ ആപ്പിൽ നിന്നും പണമെടുത്തിരുന്നു. പണമെടുക്കുമ്പോൾ റഫറൻസ് നമ്പറായി നൽകിയിരുന്നത് അധ്യാപികയുടെ ഫോൺ നമ്പറായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെ ലോൺ ആപ്പുകാർ അധ്യാപികയെ നിരന്തരം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത് പ്രയാസപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് അധ്യാപിക പരാതി നൽകി. പ്രിൻസിപ്പൽ നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും മൊബൈൽ ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നിതിൻ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം 2 രീതിയിലാണ് അന്വേഷിക്കുന്നത്. ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണി സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് സമാന്തരമായി നിതിന് കോളേജിലെ അധ്യാപകരിൽ നിന്ന് നേരിടേണ്ടി വന്ന അധിക്ഷേപത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. നിതിന്റെ കോളേജിലെ അധ്യാപകരായിരുന്ന ഡോക്ടർ N റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവർക്കെതിരെയും അന്വേഷിക്കുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, ചക്രക്കൽ.